ഒരു നീണ്ട യാത്രയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് രാവിലെ 5:30 ആയപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റ് ഒരുങ്ങി എല്ലാവരും റെഡിയായി. ഞങ്ങളിത് വയനാട്ടിലേക്കുള്ള യാത്രയാണ്. ഇപ്പോൾ ഞങ്ങൾ റാന്നി എത്തിയപ്പോൾ തന്നെ ഏകദേശം 8:30-9 മണി ആ സമയമായി. അപ്പോൾ നമ്മൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നേരെ കോഴിക്കോട് സ്റ്റേ ചെയ്യാനുള്ള പരിപാടിക്കാണ് നമ്മൾ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേനും കോഴിക്കോട് എത്തുന്ന രീതിക്കാണ് നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പോകുന്ന വഴിയിലെല്ലാം നല്ല അതിമനോഹരമായ കാഴ്ചകളാണ് കണ്ടത്. നമ്മൾ വടക്ക് സൈഡ് ഓഫ് കേരളം അങ്ങനെ നമ്മൾ പോയിട്ടില്ല, ശരിക്കും ആരും തന്നെ പോയിട്ടില്ല. ജിമിച്ചൻ തന്നെ പറയുമായിരുന്നു 10-38 വർഷമായി ഈ ലോകത്ത് വന്നിട്ട് ഇതുവരെ കേരളത്തിൻ്റെ അങ്ങേയറ്റത്ത് വരെ പോയിട്ടില്ലല്ലോ എന്നിങ്ങനെ പറയുമായിരുന്നു. അപ്പം നമ്മൾ അങ്ങനെ യാത്ര ചെയ്ത് തൃശ്ശൂർ എത്തിയപ്പോൾ നമ്മൾ ഉച്ചഭക്ഷണം കഴിച്ചു. അവിടുന്ന് വൈകുന്നേരമൊക്കെ ആയി മലപ്പുറം ആ സൈഡ് എത്തിയപ്പോഴത്തേക്കിനും. അങ്ങനെ സൂര്യൻ ഉദിച്ചപ്പോൾ ഇറങ്ങി അസ്തമിക്കാറായപ്പോൾ ഞങ്ങൾ ഏകദേശം കോഴിക്കോട് ഭാഗം ആ സൈഡൊക്കെ എത്തി. എന്തായാലും വരുന്ന വഴിയൊക്കെ നല്ല അടിപൊളി വഴിയായിരുന്നു. ഇപ്പം ഹൈവേ ഒക്കെ പണിഞ്ഞതുകൊണ്ട് നമുക്ക് യാത്രയ്ക്ക് ഒരു പ്രശ്നമില്ല. നമ്മൾ ടയർഡ്നെസ് ഫീൽ ചെയ്തതേ ഇല്ല. അത്രയും നേരം ഒറ്റ ഇരിപ്പം നമ്മൾ യാത്ര ചെയ്യുകയാണെന്നും തോന്നിയതേ ഇല്ല. ഞങ്ങൾ ആക്ച്വലി ആകെപ്പാടെ ഞങ്ങൾ ഹോൾട്ട് എടുത്തത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനും, പിന്നെ ഈവനിങ് നമ്മൾ എറണാകുളം എടുത്തപ്പം ചെറുതായിട്ട് ഒരു ചായയും പിന്നെ കുറച്ച് സ്നാക്സും കഴിക്കാൻ വേണ്ടി നിർത്തി, അത്രേ ഉള്ളൂ. എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയേ സൺസെറ്റ്. നമ്മൾ ഇങ്ങനെ ദൂരേന്ന് ഇങ്ങനെ കണ്ട് ഡ്രൈവ് ചെയ്ത് വരുന്നത് ഭയങ്കര ഒരു മൊമെൻ്റ് ആയിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങളെല്ലാവരും ശരിക്കും യാത്ര ഒരുപാട് എൻജോയ് ചെയ്താണ് പോയിക്കൊണ്ടിരുന്നത്. നമ്മൾ പിന്നെ ഫാമിലി ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും, ഭയങ്കര ഫൺ ഫീൽഡ് ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ കോഴിക്കോടെത്തി. ഏകദേശം 7 മണി ആ സമയം അടുത്തു. ഞങ്ങൾ കോഴിക്കോട് പ്രോപ്പർ ഞങ്ങൾ മമ്മിയുടെ ഒരു കസിൻ ഉണ്ടായിരുന്നു അവിടെ കോഴിക്കോടാണ് ഞങ്ങൾ നൈറ്റിൽ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പം ഞങ്ങൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ആദ്യം ഞങ്ങൾക്ക് കുറച്ച് ചെറുതായിട്ടൊന്ന് വഴി തെറ്റി. അങ്ങനെ ഞങ്ങൾ വഴിയൊക്കെ കണ്ടുപിടിച്ച് ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും 7 മണി 7:30 ആ സമയമായപ്പോഴത്തേക്കിനും ഞങ്ങൾ കോഴിക്കോടെത്തി. അങ്ങനെ നൈറ്റിൽ അവിടെ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ആയപ്പം ചെറുതായിട്ടൊരു കാപ്പിയൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആൻറ്റീനോടും അങ്കിളിനോടും ബായ് ഒക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാവരും ഇറങ്ങി. അങ്ങനെ ഇനി അടുത്തായിട്ട് നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ താമരശ്ശേരി ചുരത്തിനകത്തോട്ടാണ്. അങ്ങനെ ഈ സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഞങ്ങൾ ഇതുവരെയും താമരശ്ശേരി ചുരത്തിൽ പോയിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനും നിമ്മയും ജിമിച്ചായും എല്ലാവരും. താമരശ്ശേരി ചുരത്തിലേക്ക് കയറുന്ന ഒരു വഴിയാണ് നിങ്ങൾ കാണുന്നത്. ഇത് ഈ ചുരം എന്ന് പറയുമെങ്കിലും ഇത് ഭയങ്കര ഒരു എന്താ പറയുന്നത്, വളവും തിരിവും കുറേ വളവുകളുള്ള ഒരു റോഡിൽ കൂടെയാണ് ഇതിൽ കൂടെ പോകുന്നത്. ഞാനൊക്കെ പണ്ട് വിചാരിച്ചത് ഈ ചുരം എന്ന് പറയുമ്പം ഒരു ഭയങ്കര ഗുഹയായിരിക്കും, അതിനകത്തൂടെ യാത്ര ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഇങ്ങനെ ചുരം എന്ന് പറയുന്നത്. നമ്മുടെ പപ്പു ചേട്ടൻ പറയുന്ന പോലെ പഠിച്ചവനേ നിങ്ങൾ കാത്തോളി എന്ന് പറഞ്ഞ് ഞങ്ങളൊരൊറ്റ പോക്കങ്ങ് പോയി. എന്താണെങ്കിലും കുറേ ഹെയർ പിൻ വളവുകളൊക്കെ ഉള്ള ഒരു റോഡാണ് താമരശ്ശേരി ചുരം. അങ്ങനെ ഞങ്ങൾ വയനാട് എൻട്രൻസ് കഴിഞ്ഞു. ഇപ്പം നമ്മൾ വയനാട് പൂക്കോട് ലേക്കിലേക്കാണ് പോയത് ഫസ്റ്റ്. ഞങ്ങൾ അങ്ങനെ പൂക്കോട് ലേക്കിലെത്തി. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് അവിടെയൊക്കെ കാണാനായിട്ട് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ക്ലൈമറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ, അതായത് ഞങ്ങളുടെ നാട്ടിൽ അത്യാവശ്യം ചൂടെന്നല്ല, ഇപ്പോഴത്തെ ക്ലൈമറ്റിന് നമ്മൾ മഴയൊക്കെ ആയത് കാരണം അധികം ചൂടില്ലായിരുന്നു. എന്നാലും കമ്പാരിറ്റീവ്ലി നമുക്ക് വയനാട്ടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ അവിടെ ഇച്ചിരി ചൂടാണ്. അപ്പോൾ വയനാട്ടിൽ നല്ല കാലാവസ്ഥയായിരുന്നു ഞങ്ങൾ വന്ന സമയത്ത്. ഞങ്ങൾ അധികം ചൂടൊന്നുമില്ല, എന്ന് വെച്ചാൽ അധികം തണുപ്പുമില്ല, അങ്ങനെ ഒരു നോർമൽ ക്ലൈമറ്റ് ആയിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. അങ്ങനെ ഞങ്ങൾ പൂക്കോട് ലേക്കിൻ്റെ അവിടെ എത്തി. ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. എന്നിട്ട് അവിടെ ജംഗിൾ ബുക്ക് എന്ന് പറഞ്ഞാൽ പിള്ളേരുടെ പാർക്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിനകത്തൊന്നും കയറിയില്ല. ഞങ്ങൾ ജസ്റ്റ് ലേക്കിൻ്റെ ആ സൈഡിലോട്ടൊക്കെ വന്നു, ബോട്ടിങ്ങിൻ്റെ ഒക്കെ സൈഡിലേക്കൊക്കെ വന്നു. ജസ്റ്റ് ഞങ്ങൾ ബോട്ടിങ് കയറിയില്ല. ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് പ്രകൃതി ഭംഗിയൊക്കെ ജസ്റ്റ് ആസ്വദിച്ച് പിള്ളേർ പാർക്കിലൊക്കെ പോയി ജസ്റ്റ് കളിച്ചു. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരം നിന്നു. അങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതല്ലാതെ നമ്മൾ ബോട്ടിലൊന്നും കയറിയില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഐസ്ക്രീം മേടിച്ചു, ഐസ്ക്രീമൊക്കെ കഴിച്ചു അവിടെ നിന്ന്.
എന്തൊരാസ്വാദനം. ജിമ്മിച്ചാനാണെങ്കിൽ ജിമ്മിച്ചാൻ കഴിക്കുന്നുണ്ടെന്ന് ശബ്ദിക്കാൻ. നീ എന്തോ കഴിക്കുന്ന അമ്മയിലോട്ട? ആണോ? പിന്നെ നമ്മളവിടെ ഇങ്ങനെ നിന്നപ്പം അവിടെ ചൂട് മൊമോസ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അപ്പം ഞാൻ ഇതുപോലെ പണ്ട് പഠിക്കുന്ന കാലത്തൊക്കെ മൊമോസ് കഴിച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം കഴിച്ചിട്ടേ ഇല്ല. പക്ഷേ ഇവരുടെ മൊമോസ് നല്ലതായിരുന്നു കേട്ടോ. നല്ലൊരു ചട്നിയും 2 ടൈപ്പ് ചട്നിയൊക്കെ തന്നു അവർ. നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ മമ്മിയുടെ വേറൊരു കസിനുണ്ട്. ആ കസിൻ്റെ വീട്ടിലേക്കാണ് ഫസ്റ്റ് പോയത്. വലിയ വലിയ കാട് താണ്ടി പറയത്തില്ല, അതുപോലെ കുറേ മലകളും കാടുകളൊക്കെ താണ്ടിയാണ് ഞങ്ങൾ നമ്മുടെ കസിൻ്റെ വീട്ടിലേക്ക് പോയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി ഭംഗി എന്നൊക്കെ പറഞ്ഞാൽ ഇതാ ശരിക്കും. നല്ലൊരു ഭംഗിയാണ് 2 സൈഡും. റോഡിൻ്റെ ഇരുവശത്തും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു ഞങ്ങൾ പോയതെല്ലാം. തേയിലത്തോട്ടവും വളവും പുളവുമുള്ള റോഡും നല്ല ഭംഗിയുള്ള സ്ഥലത്തൂടെ ഞങ്ങൾ മൊത്തം യാത്ര ചെയ്തത്. അപ്പം തന്നെ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു ഫ്രഷ്നെസ് ഫീൽ ആവേ. പിന്നെ ഇടയ്ക്ക് നമ്മളൊരു ജമന്തി തോട്ടം, ജമന്തി പൂക്കൾ മാത്രമേ ഞാൻ അവിടെ കണ്ടുള്ളൂ. അവിടെ ഇറങ്ങി നമ്മൾ ഫോട്ടോസും കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തു. അത് ചെറിയൊരു, എനിക്ക് തോന്നുന്നൊരു കുടുംബശ്രീ ചേച്ചിമാർ നടത്തുന്നതാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ കുറച്ച് നേരം ഇറങ്ങി നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. കുറേ പൂക്കൾ ഇങ്ങനെ നിരന്ന് നിൽപ്പുണ്ട്. അവരവിടെ വളർത്തുന്ന ചെടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും അവിടുന്ന് യാത്ര കണ്ടിന്യൂ ചെയ്തു. ഏകദേശം 11 മണി ആ സമയത്തൊക്കെ ആയപ്പോൾ നമ്മൾ നേരെ പിന്നെയും അങ്കിളുടെ വീട്ടിലേക്ക് പോവായിരുന്നേ. അങ്കിളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ബാണാസുര എന്ന് പറയുന്ന ഒരു ഡാം. നമ്മുടെ വയനാട്ടിലെ ഒരു ഫേമസ് ഡാമാണ്. അവിടെ നമ്മൾ പോകണമെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ അവിടെ ബാണാസുര ഡാമിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ ഭയങ്കര മഴ, ഒന്നും പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി. അതുകൊണ്ട് നമ്മൾ അവിടെ സ്കിപ്പ് ചെയ്തു. അത് കാണുന്നില്ലെന്ന് വെച്ചാൽ ഞങ്ങൾ അല്ലാതെ തന്നെ നമുക്ക് പുറത്തുനിന്ന് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഡാമും അതിൻ്റെ പരിസര പ്രദേശങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. കാണാനൊക്കെ ഭംഗിയുള്ളൊരു കാഴ്ചയാണ് അത്. അങ്ങനെ മാനന്തവാടി ഞങ്ങൾ അടുക്കാറായി. ഏകദേശം ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കിനും ഞങ്ങൾ മാനന്തവാടി അടുത്തു. ഒരുപാട് നാളായിട്ട് കാണാതിരുന്നൊരു കാഴ്ച കണ്ടു. വയൽ കൊയ്യുന്ന കുറച്ച് ആൾക്കാരെ അവിടെ കണ്ടു. ഈ കൊയ്ത്തിൻ്റെ സമയമൊക്കെ ആണെന്ന് തോന്നുന്നു ഇപ്പം. എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിവില്ല. അങ്ങനെ ഞങ്ങൾ അതും കഴിഞ്ഞ് ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കിനും ഞങ്ങൾ അങ്കിളുടെ വീടിൻ്റെ അടുത്ത് എത്താറായി. അങ്ങനെ അങ്കിളുടെ വീട്ടിലെത്തിയപ്പോൾ ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലായിരുന്നു. ലൈക്ക് പഴയ ഒരു നമ്മുടെ ഒരു ഓർമ്മകളൊക്കെ ഇങ്ങനെ ഓർമ്മ വരുമെന്ന് പറയില്ലേ, അതുപോലെ തന്നെ അവിടെ അങ്കിളിൻ്റെ വീട്ടിൽ മുകളിൽ കോഴി ഫാമൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു വൈബുള്ളൊരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലം. എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ സ്ഥലം. ചുറ്റിനും നല്ല പ്രകൃതി രമണിയൊക്കെ ഉള്ളൊരു നല്ലൊരു സ്ഥലം.
back.